കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നതുപോലെ അതിക്രൂരവും പൈശാചികവുമായ റാഗിംഗ് സംസ്ഥാനത്ത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടക്കാനുള്ള കാരണം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന ക്രൂരമായ റാഗിങ്ങിനെ തുടർന്ന് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് മുഴുവൻ ജാമ്യം കിട്ടിയതും തുടർ പഠനത്തിന് വേണ്ടി അനുവദിച്ചതുമായ 2 ഹൈക്കോടതി വിധികളുടെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2 വിധിന്യായങ്ങൾ പ്രഖ്യാപിച്ചതോടെ ആർക്ക് വേണമെങ്കിലും ആരെയും റാഗ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. വളരെ ഗൗരവതരമായ ഒരു വിഷയമാണിത്. നാളെ സിദ്ധാർത്ഥന്റെ മരണം നടന്നിട്ട് 1 വർഷമാവുകയാണ്. 1ാം വാർഷികമാണ്. ഞാനിന്ന് അദ്ദേഹത്തിന്റെ പിതാവുമായി സംസാരിച്ചു. അടങ്ങാത്ത വേദനയും ദുഃഖഭാരവുമായിട്ടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. നീതിപീഠത്തിന്റെ കയ്യിൽ നിന്ന് നീതി കിട്ടാത്ത ഒരു പിതാവിന്റെ വേദനയാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സംസ്ഥാന ഗവൺമെന്റും പോലീസും യൂണിവേഴ്സിറ്റി അധികൃതരും കൂടി ചേർന്ന് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ കോടതിയും അംഗീകരിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. 18/2/2024 വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥൻ കോളേജിലെ പുരുഷ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലെ ഡോർമെട്രിയിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്ന് ഇതേ തുടർന്ന് കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് വിഷയത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ മുന്നോട്ട് വരികയുണ്ടായി. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്വേഷണത്തിൽ നിന്ന് 16/2/2024 17/2/2024 ഇടയിൽ രാത്രിയിൽ സിദ്ധാർത്ഥനെ സഹവിദ്യാർത്ഥികളും സീനിയർ വിദ്യാർത്ഥികളും ചേർന്ന് ഇൻവെർട്ടഡ് കോമ ഞാൻ കോട്ട് ചെയ്യാണ്, മൃഗീയമായ ശാരീരിക അക്രമത്തിനും പൊതുവിചാരണയ്ക്കും ബ്രൂട്ടൽ ഫിസിക്കൽ അസാൾട്ട് ആൻഡ് പബ്ലിക് ട്രയൽ എന്ന് വിധേയമാക്കിയെന്നാണ് ഈ റിപ്പോർട്ട്. ഇത് പ്രകാരം പുരുഷ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലെ ഭൂരിപക്ഷം വരുന്ന 130 പേര് നടുത്തളത്തിൽ നോക്കി നിൽക്കുകയാണ്. അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഈ സിദ്ധാർത്ഥനെ ശാരീരികമായ മർദ്ദനങ്ങളും റാഗിങ്ങിനും വിധേയമാക്കിയത് എന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട്. പുരുഷ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിന് മുന്നിലെ വാട്ടർ ടാങ്കിന് അടുത്തുള്ള മലമുകൾ, ഹോസ്റ്റലിലെ 1ാം നിലയിലെ റൂം നമ്പർ 21, ഹോസ്റ്റലിലെ നടുത്തളം എന്നിവിടെ വെച്ചെല്ലാം സിദ്ധാർത്ഥനെ ക്രൂരമായി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചുകൊണ്ട് റാഗിങ്ങിന് വിധേയമാക്കിയെന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയത്. 16/2/2024 രാത്രി ആരംഭിച്ച ക്രൂരമായ റാഗിംഗ് 18/2/2024 രാവിലെ വരെ തുടർന്നു. ഒരു തുള്ളി വെള്ളം ആ കുട്ടിക്ക് കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. 20-ലധികം വരുന്ന SFI ഗുണ്ടകളാണ് അതിക്രൂരമായി ഈ കുട്ടിയെ റാഗ് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് ഈ ആന്റി റാഗിംഗ് കമ്മിറ്റി സ്ക്വാഡിന്റെ റിപ്പോർട്ടിന്റെ കോപ്പി ഇപ്പൊ നിങ്ങൾക്ക് തരുന്നുണ്ട്. SFIയുടെ ക്രൂരമായ റാഗിങ്ങിനും ശാരീരിക അക്രമത്തിനും വിധേയനായ ഈ സിദ്ധാർത്ഥൻ പിന്നീട് ശുചിമുറിയിൽ തൂങ്ങി മരിക്കുക എന്ന നിലയിലാണ് കണ്ടെത്തിയത്. ഈ വിഷയം വലിയ തോതിലുള്ള ബഹുജന പ്രക്ഷോഭത്തിന് ഇരയായി. കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി ആ കുട്ടിയോടൊപ്പം നിന്നു. അങ്ങനെയാണ് 25/4/2024
CBIയോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ CBI പറയുന്നു, ഈ CBIക്ക് വിടാനുള്ള കാരണം എന്താണ്? ശക്തമായ ജനകീയ പ്രക്ഷോഭമായത്. അവസാനം CBIക്ക് വിട്ടു. CBI ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ 25/4/2024 സമർപ്പിച്ചു.